വേദജ്യോതിഷ പ്രകാരം ഓരോ രാശിക്കാരുടെയും ജീവിതത്തിലെ ഗുണദോഷ ഫലങ്ങളെ അത്രയധികം മാറ്റിമറിക്കുവാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും ശുക്രനും. 2025 രാഹുവും ശുക്രനും ഒന്നിക്കുകയാണ്. രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഈ സംയോഗം 4 രാശിക്കാരിൽ, അതായത് 12 നാളുകാർക്ക് സകല ഐശ്വര്യങ്ങളും സമ്പത്തുമൊക്കെ വരുവാൻ പോവുകയാണ്. അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന രാശിക്കാരിൽ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും അകന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശുഭകരമായി പര്യവസാനിക്കുന്ന കാലമാണ് വരുവാൻ പോകുന്നത്. അപ്പോൾ ഈ 4 രാശിക്കാരെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന 4 രാശിക്കാരുടെയും ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിയാൽ അവർക്ക് സന്തോഷിക്കുവാനുള്ള കാര്യമായ വകയൊന്നുമില്ലെന്ന് തന്നെ പറയാം. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളും ദുരനുഭവങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ സഹിച്ചിരുന്നതിനാൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം വരുന്നു എന്ന് പറയുമ്പോൾ പോലും അവർക്ക് അത് വിശ്വസിക്കുവാൻ കുറച്ച് പാടാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഈ പ്രപഞ്ചത്തെ അത്ര അത്ഭുതകരമായ രീതിയിലാണ് ഈശ്വരൻ മെനഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ 2025 രാഹുവും ശുക്രനും ഒന്നിക്കുമ്പോൾ സകല സൗഭാഗ്യങ്ങളും സിദ്ധിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് ആരോടും തുറന്നു പറയുവാൻ പോലും കഴിയാതെ മനം നൊന്ത് ജീവിക്കുന്നവരായിരുന്നു നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് 2025 ഒരു മാറ്റം വരുവാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് അത്ഭുതകരമായ ഒരു മാനസിക സന്തോഷവും സമാധാനവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകും. ഇനി കർക്കിടകം രാശിയിലുള്ള പുരുഷന്മാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചില കുടുംബ പ്രശ്നങ്ങളുമൊക്കെ നിങ്ങളെ നിരന്തരം അലട്ടുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ പ്രധാന കാരണം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും നേട്ടങ്ങളുമൊക്കെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള എല്ലാ ആളുകളും കൈവരിക്കുവാൻ പോവുകയാണ് ഈ 2025. സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാനും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ മുൻപന്തിയിൽ വരുവാനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശിക്കാർക്ക്. വിദേശവാസത്തിനുള്ള ഭാഗ്യവും കർക്കിടകം രാശിക്കാർക്ക് 2025 ലഭിക്കുവാൻ പോവുകയാണ്. 2025 രാഹുവും ശുക്രനും ഒന്നിക്കുമ്പോൾ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരുടെ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെയായി വലഞ്ഞിരുന്നവരാണ്. ജീവിത പ്രാരാബ്ദങ്ങൾ അവരുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഭാരമായി നിന്നിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണോ ജീവിതത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ഉന്നമനത്തിലേക്ക് വരുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ നിങ്ങളുടെ കഷ്ടകാലം മാറുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലായാലും അതല്ല സമൂഹത്തിലായാലും നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികളൊക്കെ ഒരു പ്രത്യേക ആദരവ്, അതല്ല എന്നുണ്ടെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ്. മാത്രമല്ല
പുതിയ ജോലിയൊക്കെ തേടുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയുള്ള നല്ല രീതിയിലുള്ള ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ 2025 നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ തുലാം രാശിക്കാരായിട്ടുള്ളവരുടെ ജീവിതം വളരെ സന്തോഷകരവും മനസ്സമാധാനം നിറഞ്ഞതുമാക്കി മാറ്റുകയും ചെയ്യും. 2024 രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഈ സംയോഗത്താൽ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന അടുത്ത രാശിക്കാർ ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ള ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഭർത്താവിന് ഭാര്യയുടെ കളങ്കമില്ലാത്ത സ്നേഹവും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കളങ്കമില്ലാത്ത കരുതലുമൊക്കെ ലഭിക്കും. അതിനാൽ തന്നെ ഈ രാശിക്കാരായിട്ടുള്ളവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്ത് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കുവാനും കഴിയും. ഇത് നിങ്ങളുടെ ജോലി കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു വിജയമായിരിക്കും. ധനുരാശിക്കാരിൽ വിദേശത്തേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശയാത്ര സാധ്യമാകുന്നതായും കാണുന്നുണ്ട്. എന്തു തന്നെയായാലും സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ട് അകലുവാൻ പോകുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രാഹുവും ശുക്രനും ഒന്നിക്കുന്നതിനാൽ ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന അവസാനത്തെ രാശിക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വരുന്നത്. അതായത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി വന്നു ഭവിക്കും. മാത്രമല്ല 2025 മീനം രാശിക്കാർക്ക് കൂടുതൽ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. നിങ്ങൾ മനസ്സിൽ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും നടക്കാതെയിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊക്കെ കഴിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നത്. ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഈ സംയോഗം അത്രമേൽ നിങ്ങൾക്ക് ഭാഗ്യമായി ഭവിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നാളുകാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 2025 നിങ്ങളുടെ ഭവനത്തിന് ഒരു ഭാഗ്യവർഷം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനയിലും പൂജകളിലുമെല്ലാം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.